ഇത് ഇന്നലെ ബാംഗ്ലൂർ നടന്ന സംഭവമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് സ്വന്തം കാമുകീൻ്റെ ശരീരം പുറത്തേക്ക് എടുത്തിട്ടതാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ആര് ഈ ഒളിച്ചോടുന്നവരും ഒളിച്ചോടാൻ പോകാൻ നിൽക്കുന്നവരൊക്കെ ആരും നിങ്ങളെ സ്നേഹിച്ചും കൊണ്ട് നിങ്ങളെ ജീവിത പങ്കാളി ആക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. അതാണായാലും പെണ്ണായാലും അവരെ ആവശ്യങ്ങളും അവരെ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും വേസ്റ്റാ. അതിപ്പോൾ കുട്ടികളുള്ള ആൾക്കാരായാലും കുട്ടികളില്ലാത്ത ആൾക്കാരായാലും ആരായാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അവർക്കൊരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറും വേസ്റ്റാ. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാൻ്റെ ഭാര്യയും അവനാൻ്റെ ഭർത്താവും തന്നെയാണ്. അതിപ്പോൾ ഇനി മക്കളുള്ള ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിലും മക്കളില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ഒളിച്ചോടുന്ന ചെറിയ പൈതം മക്കളാണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒന്നിനും കഴിയാത്തൊരു പ്രായത്തിൽ പലതും തോന്നും. പക്ഷേ ലാസ്റ്റ് ചെന്നെത്തൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഭവങ്ങളാണ് ഇക്കാര്യം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആസ്വദിക്കാനും സന്തോഷിക്കാനും ദുഃഖത്തിനും സമാധാനത്തിനും എല്ലതും അതിലുണ്ടാവും. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ കുറേ നമുക്ക് മുന്നോട്ട് പോവാം. ആരും നിങ്ങളെ മുന്നിൽ എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നറിയാം, നല്ലതും ഉണ്ടാവും, അതിൽ ചീത്തതും ഉണ്ടാവും. എല്ലാവരുടെ സ്നേഹവും ഞാനല്ല പറയണത്, ഒരു വിധമൊക്കെ അങ്ങനെയാണ്. ഈ കല്യാണം കഴിഞ്ഞ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെ പച്ചയാണെന്നുള്ളത്. ലാസ്റ്റ് ആരാണെങ്കിലും ചെന്നെത്തിപ്പെടൽ ഇങ്ങനെയാണ്. ഇന്നലെ ഒരു വീഡിയോ കണ്ട് ഒരു സ്ത്രീ വയനാട്ടിലേറ്റ എന്താ പറയുക കൂട്ടുകാർക്ക് വിളിച്ചിട്ട് അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടുകൊടുക്കുന്നത്. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ആ ചങ്ങായിൻ്റെ ഫേസ് അതിൽ കാണിക്കണില്ല, ആ ഒരു സ്ത്രീൻ്റെത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലാസ്റ്റ് ചെന്നെത്തൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാവും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, ജീവിതത്തിൽ കല്ലും മുള്ളും അടങ്ങിയതാണ് ജീവിതം. അതിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, എല്ലതും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ചിലവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും, ചിലവർക്ക് ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മളെന്താ പറയുക ജീവിതത്തിൽ തരണം ചെയ്യാം. മനസ്സിലായില്ല? എപ്പോഴും ചിലപ്പം ഭാര്യക്ക് സന്തോഷം തന്നോളന്നില്ല, ഭർത്താവിന് സന്തോഷം തരാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഒരേപോലെ തരാൻ പറ്റിയെന്ന് തോന്നുമോ? പറ്റൂല. ചില സാഹചര്യങ്ങളും ചില വിഷമങ്ങളും ചിലപ്പോൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കളറാണ്, സന്തോഷമാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്തോളി. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് അടിച്ചോളി, ഒരു കമൻറ്റ് ഇട്ടോളി, നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി. ഓക്കെ, എല്ലാവരോടും നന്ദി, എല്ലാവരോടും താങ്ക്സ്, എല്ലാവരോടും സ്നേഹം മാത്രം.